നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് റീപ്ലൈ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പാനിക്കായി പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ? 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്നെ അവർ ഒഴിവാക്കി പോവാണോ, എന്നെ ഉപേക്ഷിക്കുകയാണോ, എൻ്റെ അടുത്തുള്ള ഇഷ്ടം കുറഞ്ഞോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് നിങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇതിന് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും. പലപ്പോഴും നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നേഹവും കെയറും കിട്ടാതെ ഒരു കെയർ ഗീവേഴ്സും മറ്റൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടലെടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാം. ഇനി നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള പെട്ടെന്ന് പാനിക്കായി പോകുന്ന, അവരുടെ റീപ്ലൈ കിട്ടാണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് പാനിക്കായി പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പലപ്പോഴും അതൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കാം. ഇതിന് കാരണം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള റിജക്ഷനെ കുറിച്ചുള്ള പേടി വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ആ ത്രെഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്, അവരെ നമ്മൾ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറയുന്ന ആ ത്രെഡ് റെസ്പോൺസ് ആക്ടിവേറ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആകെ പേടിച്ച് പാനിക്കായി പോകണം. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ ഓവർ റിയാക്ട് ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങൾ നെർവസ് സിസ്റ്റം ത്രെഡ് റെസ്പോൺസിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പെരുമാറി പോകണ്ട. സോ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്കൊരു റീഅഷുറൻസും കാമായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടുള്ള ഒരാളുടെ സാമീപ്യമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരാം. അത് നിങ്ങൾക്കൊരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലൊന്നല്ല, അത് അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്ന വിഷമവും ബുദ്ധിമുട്ടും തന്നെയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി അനാവശ്യമായിട്ടുള്ള എനർജി നിങ്ങൾ ചിലവാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല.